Welcome to another episode of Xcast. IPL. ഒബ്വിയസ്ലി നമ്മൾ കുറച്ച് എപ്പിസോഡ്സ് ലാഗായി കിടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ പ്ലേ ഓഫിൻ്റെ ആ ഒരു വക്കിലെത്തി നിൽക്കണതാണ്. പ്ലേ ഓഫിലേക്കുള്ള 4 ടീംസും കൺഫേം ആയി, പക്ഷേ പൊസിഷൻസ് കൺഫേം ആയിട്ടില്ല. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബെസ്റ്റ് ടീം സോ ഫാർ, ബെസ്റ്റ് പ്ലെയർ, വേഴ്സ്റ്റ് ടീം, വേഴ്സ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ബൈ, വേഴ്സ്റ്റ് ബൈ, ബാക്കി പ്ലേ ഓഫിൻ്റെ വിശേഷങ്ങൾ. സ്റ്റാർട്ട് ചെയ്തു തുടങ്ങണം. നമുക്ക് വേഴ്സ്റ്റ് തുടങ്ങാം. വേഴ്സ്റ്റ് തുടങ്ങാം. ഓക്കെ, വേഴ്സ്റ്റ് ടീമാണ്. വേഴ്സ്റ്റ് ടീം ടീമിൽ തുടങ്ങാം. വേഴ്സ്റ്റ് ടീമിൽ തുടങ്ങാം. ആ സൈഡിൽ തുടങ്ങാം. ഇൻട്രസ്റ്റിംഗ്. എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ തുടങ്ങിക്കോ. വലതുവശത്ത് നിന്ന് തുടങ്ങാം. ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ടീം ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ചെന്നൈനെ പറയാതിരുന്നിട്ട് കാര്യമില്ല. അതിന് നിനക്ക് ഇത്ര വിഷമം? സ്വന്തം ടീമിനെ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു യഥാർത്ഥ ഫാനൊരു വിഷമമുണ്ടാവും. യാഥാർത്ഥ്യം മനസ്സിലാക്കണമല്ലോ. കുറെ നമ്മൾ വിചാരിച്ച കാൽക്കുലേഷനും ഫോർമുല, വിന്നിങ് ഫോർമുല ഒന്നും ഈ സീസണിൽ വർക്കൗട്ടായില്ല. കാരണം ക്രിക്കറ്റ് ആകെ മാറിയിരിക്കുകയാണ്. എക്സ്പ്ലോസീവ് ബാറ്റിംഗ് വേണം. നമ്മളിപ്പോൾ ലേറ്റ് സ്റ്റേജിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മാത്രമേ ഉറുവിൽ പട്ടേൽ, റോഹിത്സൊക്കെ വന്നിട്ട് നമ്മൾ വരുന്നുണ്ട്, ഒരു ടീമായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഭയങ്കര ലേറ്റ് ആയിപ്പോയി ഈ സീസണിൽ. പ്രീവിയസിനെ പോലുള്ള കീ പ്ലേയേഴ്സ് ഉണ്ടായിട്ട് അവരെ നേരത്തെ യൂട്ടിലൈസ് ചെയ്തില്ല. പക്ഷെ അവനത് സബ്ബായിട്ട് വന്നാണല്ലോ, നമ്മുടെ ടീമിലുണ്ടായില്ല. പക്ഷേ അവസാനം ഉണ്ടാക്കിയ ഇമ്പാക്ട് ചെറുതല്ലേ. അതല്ല, ഒരു ഹൈ നോട്ടിലാണ് ഇപ്പൊ എൻഡ് ചെയ്തേക്കണത്. ചെന്നൈയുടെ IPL കരിയറിൽ ഇതുവരെ അവർ 10 പോയിന്റിന് താഴെ പോയിട്ടില്ല. 8 പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ടീംസ് പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചെന്നൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ IPL ഒരു ഫോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ടോപ്പിൽ നിൽക്കണ മറ്റേ ബാഴ്സ റെയിൽ പോലെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അവർ ഇത്രക്കും അതപ്പതിച്ച് ഫിനിഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈ നോട്ട് അല്ല. ലാസ്റ്റ് കളി ജയിച്ചു. 18ാമത്തെ സീസണിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് അല്ല, എഡയിൽ ഒരു 3-4 സീസൺ പോയിട്ടുണ്ടായില്ലേ? എഡയിൽ ഒരു 3-4 സീസൺ പോയിട്ടുണ്ടായില്ലേ? എഡയിൽ ഒരു 3-4 സീസൺ ഇവിടെ പോയി. ഞാൻ ചോദിച്ചു അത്രേ. ഞങ്ങള് കളിച്ച സമയത്തുള്ള കാര്യം പറഞ്ഞത്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് സീസൺ ഇതാണ്. ഞങ്ങളിപ്പോൾ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ ഫിനിഷ് ചെയ്തേക്കണം. പക്ഷെ ഇതിലും ഞങ്ങൾ പോസിറ്റിവിറ്റി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. കുറെ പ്ലേയേഴ്സിനെ റിലീസ് ചെയ്യാനുണ്ട്. എന്തായാലും മാനേജ്മെന്റ് തീരുമാനം എടുത്തു. അതിനുള്ള ചിലവർ തന്നിട്ടുണ്ടായി. അത് പറഞ്ഞിട്ടുണ്ടായില്ലേ, അവരുടെ പെർഫോമൻസ് വെച്ച് വിരമിക്കലാണെങ്കിൽ 22 വയസ്സായാലും വിരമിച്ച് വീട്ടിലിരിക്കണമെന്ന് ഞങ്ങളുടെ തല പറഞ്ഞേക്കണം. പെർഫോമൻസ് വെച്ചാണെങ്കിൽ ഫോമിലാണെങ്കിലേ വരുള്ളൂ എന്ന രീതിയിൽ തന്നെ ധോണി പറഞ്ഞേക്കുന്നത്. അല്ല, അതിന് ഫോമിലാണോ ഇല്ലെന്ന് അറിയാനായിട്ട് പുള്ളിക്കാരൻ നെഞ്ച് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഫോർമാറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? പുള്ളിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട്. പുള്ളിക്ക് ഉണ്ട് ഒരു കോൺഫിഡൻസ്. പുള്ളിക്ക് ടീം മാനേജ്മെന്റിന് ഒരു കോൺഫിഡൻസ് ഉണ്ട് പുള്ളിയില്. ഞാൻ പറയട്ടെ, അങ്ങനെയാണെങ്കിൽ എന്റെ ഇടയ്ക്ക് ഒരു കളി ഉണ്ടായിരുന്നു. ധോണി അതിന് ശേഷമുള്ള പ്ലേയേഴ്സിനെ അശ്വിനെ ഒക്കെ കയറ്റി വിട്ടതിന് ശേഷം ഇറങ്ങിയ കളികളുണ്ട്. ആ ദിവസങ്ങളിൽ എന്തുകൊണ്ട് ധോണി കളിച്ചു? നേരത്തെ കളിച്ചില്ല, നേരത്തെ ഇറങ്ങിയില്ല. ധോണി എന്തായാലും ലാസ്റ്റ് സ്റ്റേജ് ഓഫ് കരിയറിലാണ് ഉള്ളത്. ഈ പറഞ്ഞ ടൂർണമെന്റ് കളിക്കാനുള്ള ഫിറ്റ്നസ് ജഡേജയാണോ ധോണിയാണോ ബെറ്റർ ബാറ്റ്സ്മാൻ? ജഡേജ. ഇപ്പൊ നിലവില് ഓക്കെ. അശ്വിനാണോ ധോണിയാണോ? അത് ധോണി. എന്നിട്ട് എന്തുകൊണ്ട് അശ്വിനെ നേരത്തെ കയറ്റി വിടുന്നത്? അത് ധോണിയുടെ അടുത്ത് പോയി. ഒരു കാരണം പറയുമ്പോൾ നിങ്ങൾക്ക് പറയുമ്പോൾ പല റീസൺസ് ആണ്, പല ജസ്റ്റിഫിക്കേഷൻസ് ആണ്. കഴിഞ്ഞ സീസൺ ആസ് എ ഫിനിഷർ നന്നായിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഫിനിഷർ ഏത് ഫിനിഷർ ഏത് കളി ഫിനിഷ് ചെയ്തിട്ടില്ലേ? കുറച്ച് സിക്സ് അടിച്ചാണോ? അത് കളി തോറ്റ കളികള് ചെന്നൈ തോറ്റാലും കുഴപ്പമില്ല, ധോണി കളിച്ചാൽ മതി. അതിലെന്തായാലും ഇരിക്കണം. അങ്ങനെയല്ല, നമ്മ വേഴ്സിന്ന് തുടങ്ങണെന്ന് വിചാരിച്ചു. വേഴ്സിന്ന് തന്നെ തുടങ്ങി. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞതുപോലെ നീ ആസ് എ ചെന്നൈ ഫാൻ നിന്റെ ആസ്പെക്ടില് എന്തുകൊണ്ടാണ് ഇപ്പൊ നീ പറഞ്ഞ പഴയ ടാക്ടിക്സും പഴയ ഫോർമുല ആയിട്ട് വന്നിരുന്നത്? ചെന്നൈക്ക് ഇനി ഇപ്പൊ ഇമ്പ്രൂവ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്ത സീസണിലൊക്കെ എന്താണ്
അടുത്ത സീസണിൽ ഒന്നും വേണ്ട, ഈ പ്ലേയേഴ്സിനൊന്നും മോൾഡ് ചെയ്ത് ഒരു നല്ല കുറച്ച് ചേഞ്ചസ് ടീമിൽ വന്നു കഴിഞ്ഞാല് സെറ്റാണ്. ഈ മൈൻഡ് സെറ്റ് വെച്ച് കളിക്കണം. കാരണം ഹൈ സ്കോറിംഗ് മാച്ചസ് ആണ് ഇനി 2020 നടക്കുള്ളൂ. അപ്പൊ പവർ പ്ലേയിൽ അടിക്കണ ബാറ്റ്സ്മാൻമാർ വേണം. ഈ മറ്റേ നമ്മൾ പണ്ട് ഡിഫെൻഡിങ് ഒരു 150 170 ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യത്ത് കോമ്പറ്റീറ്റീവ് സ്കോർ പോലും അല്ല. 200+ എങ്ങനെയെങ്കിലും അടിക്കണം. അതാണ് ഇപ്പൊ ഞങ്ങൾക്ക് ഈ സീസണിൽ ഞങ്ങൾക്ക് അവിടെ പറ്റാണ്ടിരുന്ന് പോയതും അതേ ഒരു കാര്യം തന്നെയായിരുന്നു. ലാസ്റ്റ് ആയപ്പോ നമ്മൾ ഇച്ചിരി മെച്ചം ഉണ്ടായി. എന്ത് മെച്ചം ലാസ്റ്റത്തെ ഒരു കളി കുറച്ച് ലാസ്റ്റത്തെ ഒരു കളി മാത്രമല്ല, അതും കോംപ്രഹെൻസീവ്. അങ്ങനെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ 2020 വേൾഡ് കപ്പില് സൗദി അറേബ്യ അർജന്റീനയെ പൊട്ടിച്ച്. അതും പറഞ്ഞ സൗദി അറേബ്യ അർജന്റീനയെക്കാളും ബെസ്റ്റ് ടീം ആവോ ഇല്ലല്ലോ. ഞാൻ വേസ്റ്റ് എന്നാണ് ഇപ്പോഴും പറഞ്ഞത്. ഞങ്ങളുടെ അല്ല, നീ ടോപ്പിലുള്ള ടീം ടോപ്പ് നോട്ടിലല്ലേ എൻഡ് ചെയ്തത്. നമ്മള് ടേബിൾ ടോപ്പേഴ്സിനെ നമ്മള് തോൽപ്പിച്ചു. അതാ പറഞ്ഞത്. ഈ സീസൺ നമ്മള് ഫെയിലർ ആയിരുന്നു. ഞങ്ങളുടെ മെയിൻ പ്ലെയർ ഉണ്ടായില്ല, ക്യാപ്റ്റൻ. അതും മാസ്മരിക്ക് വരുന്നു. പിന്നെ രച്ചിൻ ആദ്യം ഭയങ്കര പാടായിട്ട് കളിച്ചുകൊണ്ട് ആദ്യം പോയി. അവര് ആക്ച്വലി പ്ലേയേഴ്സിനെ കറക്റ്റ് രീതിയിൽ യൂട്ടിലൈസ് ചെയ്തില്ല. കുറെ പ്രശ്നങ്ങളായിരുന്നു. അവര് ഫോമിലല്ല. രച്ചിനൊക്കെ എന്തോരം ചാൻസസ് കൊടുത്തു, കളിച്ചില്ലല്ലോ. ഞങ്ങളുടെ ബാറ്റ്സ്മാൻമാരായിരുന്നു മെയിൻ വീക്ക്നെസ് ഈ സീസണിൽ. അതിപ്പോ അവർ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഉർവിൽ പട്ടേല്, ഈ ആയുഷ് മാത്രേ, ഈ ബ്രൂവിസ്, അവരൊക്കെ വന്ന് അവരുടെ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അതന്നെ ചെറിയ ക്യാമിയോസ് ആണെങ്കിൽ വലിയ ഇമ്പാക്ട് വെച്ചിട്ടാണ് പോയത്. അതൊരു പോസിറ്റീവാണ്. അതാണ് പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത വർഷത്തെ റിട്ടൻഷനും യൂട്ടിലൈസേഷനും ഈ റിലീസ് ഇഷ്ടംപോലെ പ്ലേയേഴ്സ് റിലീസ് ആവും. ധോണി ഉണ്ടാവും, അതിന് പറയണ്ട. അത് ധോണിയും ചെന്നൈ ഫാൻസ് ചെന്നൈ ആയിട്ടുള്ള ഒരു ഡിബേറ്റിലേക്ക് നമുക്ക് അടുത്തൊരു ടീം കൂടെ കൺസിഡർ ചെയ്യാം. ഒരു ടീം കൂടെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ടീം. അൺലക്കിയസ്റ്റ് അല്ല, അവര് ജയിക്കാത്ത പല കളികളും. ഞാൻ പറയട്ടെ, ലാസ്റ്റ് ഓവറിൽ ഈസി ഗെയിംസ് എല്ലാം അതെന്തായാലും ജയിക്കും എന്ന് പറയുന്ന ഇതൊക്കെ ലാസ്റ്റ് 2-3 ഓവറിൽ ഇങ്ങനെ നിന്ന് പ്രത്യേകിച്ച് ജുറയിലും നിന്ന് ഡബിൾ ഓടേണ്ട സ്ഥലത്തൊക്കെ ഓടി വെറുതെ വിക്കറ്റ് കൊടുത്ത് കളഞ്ഞ് ലാസ്റ്റ് ഓവർ കൊണ്ടുപോയി 2-3 കളികൾ തോൽപ്പിച്ചു. അതും ക്രൂഷ്യൽ ടൈമില്. ടീം മൊത്തത്തിൽ പോരാ. നമ്മൾ ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്ത ഏറ്റവും വേഴ്സ്റ്റ് ടീം രാജസ്ഥാനായിരുന്നു. പക്ഷേ എന്താ പറയാ, പ്രഡിക്ഷനെ കുറിച്ച് പറയരുത്. ഏറ്റവും വേഴ്സ്റ്റ് RCB എന്താണ് കേപ്പബിലിറ്റി ഉണ്ടെന്നായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബട്ട് RCBക്ക് ഒരു പ്ലേയേഴ്സ് കുറവല്ലായിരുന്നു. അവരുടെ മെയിൻ ബാറ്റ്സ്മാൻസിനൊക്കെ കൊടുത്തിട്ട് അവർ ആരെ എടുത്ത്. കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞെന്ന് പറഞ്ഞാൽ RCB എപ്പോഴും ഒരു എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ഒരു നെയിംസ് ഉണ്ടാവില്ല, ഇത്ര ഇതായിട്ടുള്ള അതുണ്ടായില്ല, സൂപ്പർ സ്റ്റാർസ് ഉണ്ടായി. അതിനൊപ്പം നമ്മൾ അതും പറഞ്ഞു അതുപോലെ ബോളേഴ്സ് ഉണ്ടായില്ല. ഭൂവി കൃണാലൊക്കെ ആയിരുന്നല്ലോ ഒന്ന് പറഞ്ഞോണ്ടിരുന്നത്. ബിക്കോസ് ലാസ്റ്റ് സീസണിൽ അത്ര പെർഫോം ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ കറക്റ്റ് ആയിരുന്നു. ബാറ്റിംഗ് മാത്രമേ ഉള്ളൂ, ബോളിംഗ് ലൈനപ്പ് അത്രയ്ക്ക് വീക്കാണ്. മിഡിൽ ഓർഡർ ആണെങ്കിൽ ഇപ്പൊ പോലെ ബട്ട്ലർ പോയാലും പെടകു, ഒരാളെ കൊണ്ട് നികത്താൻ പറ്റിയില്ല. സഞ്ജു ആണെങ്കിൽ അശ്വിൻ പോയി. എല്ലാം എടുക്കുമ്പോ ജയ്സ്വാൾ മാത്രം കളിച്ചു. പിന്നെ ജയ്സ്വാൾ ഒരു ഹിന്റ് ഇട്ടിട്ടാ പോയേക്കണം. അടുത്ത സീസൺ രാജസ്ഥാനിൽ കളിക്കൂ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് അവൻ ലാസ്റ്റ് പോസ്റ്റിൽ ഉറപ്പ് പറഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് അവൻ നോട്ട് എൻഡ് ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല 100% ഷുവർ ഇല്ല മെയിനായിട്ട് പ്രോബ്ലം വരാൻ കാരണം സഞ്ജുവിന് ഇഞ്ചുറി വന്ന സമയത്ത് ക്യാപ്റ്റൻസി കൊടുക്കേണ്ടത് ജയ്സ്വാളിനായിരുന്നു. പക്ഷെ അവിടെ അതിന്റെ ഉള്ളിൽ നടക്കുന്ന ഒരു കോർപ്പറേറ്റ് പ്രഷർ കാരണം, പൊളിറ്റിക്സ് കാരണം റയൻ പരാഗ് കൊടുത്തു. അതാണ് ഈ റയൻ പരാഗ് കൊണ്ട് നല്ല രീതിയിൽ തുളച്ചു. ജയ്സ്വാൾ അതുകൊണ്ടായിരിക്കും പറഞ്ഞത്, അല്ലാതെ മോശം പെർഫോമൻസ് കിട്ടേണ്ട ഒരു വാല്യൂ റെസ്പെക്റ്റും കിട്ടിയില്ലെങ്കിൽ, കാരണം അത്രക്കും ഫോമിലേക്കാണ് ടോപ്പ് പ്ലെയർ. വാലിഡേഷൻ കിട്ടിയിട്ടുണ്ടാവൂലായിരിക്കും, അറിയില്ല. പക്ഷെ എന്താ രാജസ്ഥാനിൽ അയച്ചുകൊണ്ട് നടക്കും. സൂര്യവംശിയുടെ കൂടി എടുത്ത് പൊളിയാണെന്ന് മോണില്ല കേട്ടോ. ഇത്രയും വയസ്സിൽ വന്നിട്ട് ഇത്രയും വലിയൊരു സെഞ്ചുറി കുറച്ച് പാടാ. അത് പൊളിക്കാൻ ഇച്ചിരി പാടാ. വയസ്സെത്ര 14 വയസ്സ്
സ്കൂളിൽ പോകുമ്പോഴുള്ള മൈൻഡ് അതല്ല. സെഞ്ചുറി എടാ ആ വയസ്സിന്റെ പേരിൽ സത്യം പറഞ്ഞ ഡിബേറ്റ് കിടക്കുന്നുണ്ട്, അത് ഫേക്ക് ആണെന്നും പറഞ്ഞുകൊണ്ട്. സത്യമായിട്ടും ഉണ്ട്. അവന് 16 ആണെന്ന് പറയുന്നവരുണ്ട്. 16 എന്താണ് വലിയ വയസ്സാണോ? 2 വയസ്സ് കൂട്ടി എന്നാലും അത് റിയാൻ പരാഗ് ഫസ്റ്റ് ആയിട്ട് കളിച്ചത് 17 ഏജിലാ. സച്ചിൻ കളിച്ചതല്ലോ ഇന്ത്യക്ക് വേണ്ടി. ജയ്സ്വാൾ 18-ലോ 19-ലോ ആണ് കളിച്ചത്. എന്ത് പറഞ്ഞാലും ഈ പറഞ്ഞ സൂര്യവംശിനെ കണ്ടുകഴിഞ്ഞാൽ അത്ര വലിയ പ്രായം തോന്നിക്കത്തില്ല. തടിയാണ് അത് ഫിസിക്, അത് ബബ്ലിയാണ്, അത് ചബ്ബി, അത് ആ ഒരു രീതിയിൽ. അതെ, ആദ്യത്തെ കളി അവൻ വിക്കറ്റ് പോയപ്പോഴത്തേക്ക് അത്ര സ്റ്റെമ്പിങ് ആയിരുന്നില്ല അത് കാലിലെല്ലാം ഉണ്ടായി, പക്ഷെ എയറിലായിരുന്നു. അതുകൊണ്ടാണ്. കരഞ്ഞിട്ട് പോകുന്നത്. പക്ഷെ ഈ ചെക്കൻ്റെ അടി കണ്ടാ അറിയാം, ഇതിന് ബുദ്ധിമുട്ടില്ല, ചിന്തിക്കണില്ല, അടി കണക്ട് ആവുന്നുണ്ട്. അതാണ് പോസിറ്റീവ് സൈഡ്. നീ നോക്ക്, ഇന്റർനാഷണൽ ബോളേഴ്സിന് ഒരു പ്രഷർ അവനില്ല, അവന്റെ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ. പക്ഷെ ഉണ്ടല്ല, ഇതിപ്പോ ഫസ്റ്റ് സീസൺ ആയതുകൊണ്ട് അവന് പ്രൂവ് ചെയ്യണമെന്നുള്ള ഇതുണ്ടായി. പക്ഷെ നെക്സ്റ്റ് സീസണിലോട്ട് വരുമ്പോ ഇനിയിപ്പോ കോച്ചസ് വരും, അഡ്വൈസേഴ്സ് വരും, ഇനി ഇങ്ങനെ കളിക്കണം, ഇങ്ങനെ കൺസിസ്റ്റൻസി വേണം. അപ്പൊ ഒബിയസ്ലി അവന് കളിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോ ഈ ഒരു അഗ്രഷൻ മാറും. ഈ സമയത്തൊന്നും മാറില്ല. ജയ്സ്വാൾ അങ്ങനെയായിരുന്നു. ജയ്സ്വാൾ വന്നത് ഓർമ്മയുണ്ടോ? മീൻസ് ഒരു സീസണിൽ ഇപ്പൊ കണ്ടോ ജയ്സ്വാൾ നോക്കിയാ കളിക്കുന്നത്, ബ്ലൈൻഡ് ആയിട്ട് അടിക്കുന്നില്ല, പഴയ പോലെ അഗ്രഷൻ കുറച്ചുകൂടെ ക്ലാസിക് പ്ലേയിലേക്ക് മാറിയിട്ടുണ്ട്, ഒരു മെച്ചുവേർഡ് ആയ പോലെ. രാജസ്ഥാനിൽ വിട്ട് രാജസ്ഥാനിൽ എന്തായാലും അയച്ചു പണി നടക്കൂലേ? അൺഡൗട്ടഡ്ലി സഞ്ജു ടു ചെന്നൈ എന്താ അഭിപ്രായം? ക്യാപ്റ്റൻ പ്ലസ് വിക്കറ്റ് കീപ്പർ. ഭയങ്കര മണ്ടത്തിലൊക്കെ കാണിച്ചപ്പോ ലാസ്റ്റ് നിക്കുന്നതല്ലേ, ഉള്ള അയ്യരെയും കൊടുത്ത് മറ്റേ അയ്യരെ കൊടുത്ത് വേറൊരു അയ്യരെ മേടിച്ചിട്ടുണ്ട്. വലിയൊരു നഷ്ടമായിരുന്നു. രക്ഷപ്പെട്ടത് അവിടെയാണ്. ലാസ്റ്റ് ഇയറിന്റെ ഒരു ഫോമും പോലും ഉണ്ടായില്ല. കോച്ച് മാറി, ക്യാപ്റ്റൻ പോയി. അവർക്ക് പക്ഷെ ആസ് പ്ലേയേഴ്സ് നോക്കുമ്പോ നല്ലൊരു ടീമുണ്ട്, പക്ഷെ അവർക്ക് അതൊന്ന് യൂട്ടിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ആരും ഈ കിട്ടിയില്ല. ചെന്നൈക്ക് പറ്റിയ ഡൽഹി എങ്ങനെയാണ് ടീമാ ഇത്രക്കും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമിലാണ് പറഞ്ഞു. പ്ലേ ഓഫ് ഉണ്ടാവും, അവസാനം കൊണ്ടേ കളഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനം കൊറേ അത് ആദ്യത്തെ ഒരു ടോപ്പ് നിൽക്കുമായിരുന്നു, ഒരു കളിയിൽ തോറ്റിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ആദ്യത്തെ 5 കളിയിൽ 4 കളി തോറ്റ ടീമാണ് എംഐ റീപ്ലേസ് ചെയ്തെന്ന് ഇവര് പല കളിയിലും മിക്സഡ് ആയിട്ട് ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരുന്നത്. പിന്നെ കരുണായർ അവരൊന്ന് ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട്. എംഐ അവരൊറ്റ രീതിയിൽ പോയി. ആദ്യം കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല, ആര് കാൺ ശർമ്മേനെ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്തുള്ളൂ, ബാക്കി എല്ലാവരും സെയിം ആൾക്കാരല്ലേ. അതാണ് ഈ മുംബൈ ചെന്നൈക്ക് തമ്മിലുള്ള മലയാളി ചെറിയ മാറ്റങ്ങൾ പോയത്. ബേസ് എപ്പോഴും സെറ്റ് ആയി. ആ ബേസ് സെറ്റ് ആയതുകൊണ്ടാണ് അവർക്ക് 4 മാച്ച് 5 കളിയിൽ തോറ്റിട്ടും അവര് ടൂർണമെന്റ് 2 കളി കൂടി കൂടുതൽ ടീമില് ഞങ്ങളുടെ ടീം ഒന്ന് കയറി വന്നു. ടീമായിരുന്നു ഹൈദരാബാദ്. ലാസ്റ്റ് 3 കളി ഇപ്പൊ നോക്കിയപ്പോ ഇവര് പൊട്ടൻഷ്യൽ കാണിക്കുന്നുണ്ട്. ഇതാണ് എന്റെ ഹൈദരാബാദ്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്ന IPL ഇതാണെന്നാ പറയുന്നത്. പെട്ടെന്ന് ഫിനിഷ് ആയില്ലേ? 2 മാസമായില്ല അല്ലേ? കുറെ എനിക്ക് കുറെ ആണോ? മറ്റേ വെക്കേഷൻ കൊടുത്തില്ലേ കാവ്യാമാര് എല്ലാവർക്കും? വെക്കേഷൻ പോയി തിരിച്ചു വന്നപ്പോ ഹൈനോട്ട് എന്ന് പറയാം. ഈ ലാസ്റ്റ് 4 കളി ജയിച്ചു, അതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കൂടെ ഇങ്ങനെ ജയിച്ചോണ്ട് പോവായിരുന്നു. അല്ല അതാ പറഞ്ഞു സൂപ്പർ. ഇപ്പൊ SRH എടുക്കുകയാണെങ്കിൽ എന്റെ കൂടെ ഹൈനോട്ട് അത് പറയാൻ പറ്റും.
അതെ നല്ലൊരു കംബാക്ക് ആയിരുന്നു. ഭയങ്കര പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കാര്യം ഉണ്ടായില്ല. കാരണം അവര് അവരുടെ ടാക്ടിക്സ് ഉപയോഗിച്ച് കളിച്ചു. ഹൈ സ്കോറിംഗ് റൺസ് ആണ് അവരുടെ മേജർ സാധനം. അത് അവര് പ്രൂവ് ചെയ്തു. ബോളേഴ്സിന്റെ പ്രഷർ കുറഞ്ഞ് സുഖസുന്ദരമായിട്ട് കളിക്കാൻ. എന്തോരം തോറ്റാലും മാറ്റണ്ട, നിങ്ങ അടിച്ചു. അതേപോലെ തന്നെ അവരുടെ ടൂർണമെന്റ് മൊത്തം സെഞ്ചുറി കാസം മാത്രമല്ല, ഇപ്പൊ ഹെഡ് ആണെങ്കിലും അഭിഷേക് ശർമ്മയാണെങ്കിലും ആണെങ്കിലും എല്ലാവരും അവിടെ കാണിക്കും. അയ്യോ ഇവരെന്ത് കാണിക്കണേ എന്നുള്ള രീതി മാറ്റി ഞങ്ങളാണ് എന്ന് തെളിയിച്ചിട്ട് തന്നെയാണ് പോയത്. എല്ലാവരും തന്നെ കളിച്ചു. അത് നമ്മൾ എടുത്തു പറയേണ്ട പേര്, ഹൈദരാബാദിന്റെ പേര് അനികേത് വർമ്മ. ഇവരാരും കളിക്കാത്ത സമയത്തും പുള്ളിയുടെ ലിറ്റിൽ കാമിയോ വാല്യുബിൾ ആയിരുന്നു. വീക്കായി കിടക്കുന്നു. കമിൻസിന്റെ ബോളിംഗ് ആണെങ്കിലും പ്രത്യേകിച്ച് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടില്ല. ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നില്ല സാധാരണ ഉണ്ടാകുന്ന ഇമ്പാക്ട് കമന്റ്സ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഇനിയിപ്പോ അടുത്ത ടീമിലോട്ട് ബോസ് ടീം അത്ര മതിയല്ലോ. LSG കുറെ കളികൾ പക്ഷേ ലാസ്റ്റ് കളിയില് മറ്റേ 6 അടിച്ചു. അപ്പൊ തന്നെ അവര് ടാഗ് വന്നില്ല. 27 crore വാല ഷോട്ട്. സ്ട്രൈക്ക് റേറ്റ് ലേവറേജ് ആയിരിക്കും. അപ്പുറത്ത് വേണ്ടി ഗുജറാത്ത് സായ് സുദർശൻ ഗില്ല് ബട്ട്ലറിനെ പോലെ ഇപ്പുറത്ത് നിക്കോളസ് പൂറൻ മാർക്കം കഴിഞ്ഞാൽ വെടിക്കെട്ട് തീർന്നില്ല. അതിന്റെ പന്ത് ആൾക്കാർ പേര് പറയാൻ ആൾക്കാരുണ്ട്. അതാണ് വിഷയം. കളിച്ചില്ല പന്ത് കളിക്കണായിരുന്നു. ബോളിംഗ് ലൈൻ വെറും ക്രിറ്റിസിസം പോയി. വെറുതെ വിക്കറ്റ് പോയി കഴിഞ്ഞാൽ എഴുതി ഫൈൻ മേടിക്കുക. അവൻ ഇച്ചിരി 3 കളി ഫൈൻ, 1 കളി സസ്പെൻഷൻ കിട്ടിയിട്ടും എന്നിട്ട് കുറച്ച് ലേറ്റ് ആയത് കൊടുക്കാൻ. 2-3 പ്രാവശ്യം വാണിംഗ് കൊടുത്തപ്പോ അവനതൊരു പ്രശ്നമില്ലാത്ത പോലെ. ലാസ്റ്റ് മാച്ച് അഭിഷേക് ശർമ്മയായിട്ട് എന്തോ അതിന് മുന്നേ ആ ഓവറിന് മുന്നേ ഇല്ലേ 4 സിക്സ് അടിച്ചിരിക്കുന്നത് അഭിഷേക് ശർമ്മ. ഇതിന്റെ ഒക്കെ എന്ത് ആവശ്യം? അവനവിടെ നിന്നുണ്ടെങ്കിൽ അവന്റെ നിലം പരിച്ചാക്കി കളഞ്ഞു. ഇത് കുറച്ച് ഹാർദിക് പാണ്ഡ്യ കൈൻഡ് ഓഫ് സ്റ്റൈൽ കാണിക്കാൻ നോക്കുക. പക്ഷെ അവൻ പാടില്ല. ആ നെഗറ്റിവിറ്റി കേട്ടാ പാണ്ഡ്യ ഈ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഭയങ്കര അതൊരു കാര്യം കാണിച്ചിട്ട് മീഡിയ അറ്റൻഷൻ അന്ന് മറ്റേ വലിയ ചങ്ങലേക്ക് ഇട്ട് സാധനമാണ് പുള്ളി നോക്കുന്നത്. അറ്റൻഷൻ നെഗറ്റിവിറ്റിയാണ് ഏറ്റവും നല്ലത്. വളരെയധികം കൂടിപ്പോയെന്ന്. ഈ സീനിയർ പ്ലേയേഴ്സിന്റെ എതിരെ അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ ചാൻസസ് ഒക്കെ ഭയങ്കര പ്രോമിസിംഗ് സ്റ്റാർട്ടൊക്കെ നടത്തുന്നത് എന്താന്ന് അറിയാൻ പാടില്ല. പ്രോമിസിംഗ് സ്റ്റാർട്ടിന്റെ ഡൽഹിയുടെ അത്രയും വരൂ. ഡൽഹിയും LSG ആണ് സർപ്രൈസിംഗ് ഫാക്ടർ ആയിട്ട് വന്നത്. LSGയുടെ മറ്റും മുതലാളി എല്ലാം PR ആണ്. കഴിഞ്ഞ രാവിലെ നിന്നും പറഞ്ഞ അയാളെ ട്രോളിക്കൊന്നും അതുകൊണ്ട് കൊടുക്കാനുണ്ടാവും. ഓരോ കളി ഋഷഭത്ത് ഔട്ട് ആവുമ്പോ ഒരു ചത്ത് ചീഞ്ഞ് അതിൽ നടന്നു ഹെൽമെറ്റും തലയിൽ വെച്ചോണ്ട്. പക്ഷെ പന്ത് കഴിഞ്ഞിട്ടാണ് 27 കോടിയിൽ അവനെ എനിക്ക് നടത്തില്ല. അവന്റെ തന്നെ ചെയ്യും. ടെസ്റ്റില് ഫോം ഉണ്ട്. ടെസ്റ്റ് കളിച്ചിട്ട് ഇപ്പൊ കുറച്ചായല്ലോ. കളിച്ചപ്പോഴൊന്നും മോശമൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നിന്നിട്ടൊക്കെ ഇവന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഒരു ഇന്നിങ്സ് മതി ഇവൻ തിരിച്ച് ഫോമിലേക്ക് വരാൻ. ആ കോൺഫിഡൻസ് കിട്ടി കഴിഞ്ഞാൽ മാച്ച് വിന്നർ ആയിട്ട് മാറിപ്പോകും. LSG ആയി ഡൽഹി ഏകദേശം പറഞ്ഞു വെച്ചതാണ്. എന്ത് സംഭവിച്ചു? കണ്ണുണ്ട്. സിമ്പിൾ ആയിട്ട് ഡൽഹി ഭയങ്കര അൺലക്കിയാണ്. എല്ലാവരും ഉണ്ടായില്ല. സാധനം കാണാൻ
കുഴപ്പമില്ല, സൂപ്പറിന് എന്തൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. മൈക്കപ്പോൾ ഇങ്ങനെ ഉണ്ട്, നീ ഇങ്ങനെ അപദോഷമൊന്നും പറയല്ലേ. അല്ല, നമ്മ ടോപ്പിക് കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, പഞ്ചാബ് ടേബിൾ ടോപ്പേഴ്സ് ആയി. അവര് അപ്പോ നാളെ RCB തീരുമാനിക്കും എങ്ങനെയാണ് ടേബിള് പോകുന്നതെന്നും ഇനി വരുന്ന പ്ലേ ഓഫ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ. മര്യാദിക്കാൻ ആദ്യം പറഞ്ഞ ഇവിടെ നോക്കാൻ. DCക്ക് പൊതുവെ ഏറ്റവും അൺലക്കിയസ്റ്റ് ടീം എന്ന് പറയുന്നത് DC ആണ്. കാരണം ഇപ്പൊ വുമൻസ് ടീം നോക്കുകയാണെങ്കിലും എല്ലാ ഫൈനലിലും വന്ന ടീമാണ് DC. അതേപോലെ ഇതുവരെയുള്ള IPL ശരി ഇതുവരെ കപ്പ് കിട്ടിയിട്ടില്ല. ടീമില് എന്തൊക്കെയോ സ്റ്റേബിൾ ടീമാണെന്ന് തോന്നുന്നു. എന്നാലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ DC ടീമിലുണ്ട്. കുറെ ഷഫിൾ ചെയ്ത് നോക്കി പ്ലേയേഴ്സിനെ, പക്ഷെ എന്നിട്ട് ഒരു രീതിയിൽ അങ്ങോട്ട് അവർക്ക് ആ ഒരു പ്ലേ ഓഫിലേക്ക് എത്താൻ ഈ സീസണിൽ അങ്ങോട്ട് പറ്റിയില്ല. നമ്മളെ ആദ്യമേ ആദ്യത്തെ 6 കളി കണ്ടപ്പോഴത്തേക്കും എന്തായാലും ടോപ്പ് 10 അല്ലെങ്കിൽ ടോപ്പ് 4 ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നിട്ട് പ്ലേ ഓഫിലേക്ക് ഭയങ്കര അവസാനത്തെ കളി തോറ്റ് പുറകോട്ട് വലിഞ്ഞു പോയ ഒരു ടീമാണ്. അതില് പ്ലേയേഴ്സിന്റെ കുഴപ്പമാണോന്ന് വെച്ചാലല്ല, ഭാഗ്യത്തിന്റെ ലെഗ് ഫാക്ടറിന്റെ കുഴപ്പമാണെന്ന് തോന്നുന്നു. ഒരു കളി 2 കളി മഴ കൊണ്ട് പോയിരുന്നു. ഇവര് മഴ ഇടങ്ങിയാലൊക്കെ പക്ഷേ പഞ്ചാബ് DC റീമാച്ച് നടന്നില്ലേ? രണ്ടും ഓരോ 6 കളി ആണ് മാറ്റിമറിച്ചെന്ന് തന്നെ പറയാം. മഴ വന്ന 2 കളികൾ, ആ 2 കളി ഡൽഹി വേണമെങ്കിൽ ജയിക്കായിരുന്നു. നമുക്ക് വേസ്റ്റ് പെർഫോമിംഗ് പ്ലെയർ ഡൽഹിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൈനൽ റിസൾട്ട് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നീ ഒന്ന് സ്റ്റാർട്ടിംഗ് ലെവലിൽ എടുത്ത് നോക്കി പറഞ്ഞ ഇവന് ഒരൊറ്റ മാത്രമേ ഉള്ളൂ മഗ്രൂക്ക്. അടുത്ത സീസൺ അത് റിലീസ് ആവും. ഡുപ്ലസി ഏകദേശം വിരമിക്കും. അതൊക്കെ ഇനിയില്ല, കത്തിക്കൽ തീർന്നവന്റെ വെടിക്കെട്ടിൽ തീർന്ന്. ഈ സീസൺ എവിടെയായിരുന്നു? കൺസിസ്റ്റന്റ് നോൺ പെർഫോമിംഗ് പ്ലെയർ. ഒരു ഇതില് ലാഭമുണ്ട്. ഇപ്പൊ സപ്പോസ് മാക്സിമം ടീമിലുണ്ട്, അല്ല ഫൈനൽ സെമിയിലെ ഇവിടെ ഒറ്റ ടീം മതി. തോറ്റളിയായിരിക്കും, വേണേ ജയിപ്പിച്ച് കപ്പും മേടിച്ചു കൊടുക്കുമായിരിക്കും ചിലപ്പോ. എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അണ്ടർടേക്കർ ഒരു വൈഡ് ഡിഫൈൻ ചെയ്യാനാണ് മതി. എന്നിട്ട് ആ വേൾഡ് കപ്പ് അടിച്ചല്ലോ ആ സീസൺ. അതാണ് അവിടെയാണ് ആ മാച്ച് കാരണമാണ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയത് സെമിയിലേക്ക്. അവര് കയറില്ലല്ലോ, ഇന്ത്യ അടിക്കേണ്ട ഒരു കളിയായിരുന്നു. അത് വേണ്ട, നമുക്ക് IPL തിരിച്ചു വരാം. ഡൽഹിയുടെ പറഞ്ഞില്ലേ, ഇനിയിപ്പോ ദൈവത്തിന്റെ പോരാളികൾ തോറ്റു തുടങ്ങി, ഉയർന്നെഴുന്നേറ്റ് വന്നു. പക്ഷെ പോണ പോക്കിപ്പോ കുറച്ച് പ്രശ്നമാണ്. ഫൈനലായല്ല ഭയങ്കരമായിട്ട് മുംബൈയുടെ കളികൾ എടുത്തു കഴിഞ്ഞാൽ അമ്പയേഴ്സ് ആയിക്കോട്ടെ, മാച്ച് ഓഫീസേഴ്സ് ആയിക്കോട്ടെ, നല്ല രീതിയിൽ ഈ പറഞ്ഞതുപോലെ എന്താ പറയാ, വേർഡ് എന്താണ്, ഫേവറബിൾ ആയിട്ടുള്ള ഇപ്പൊ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ ഒരു നോ ബോളിന്റെ കേസ് ലൈനിന്റെ പുറത്തോട്ട് ഫുട്ട് പോയിട്ടുണ്ടായില്ല, പക്ഷെ നോ ബോൾ വിളിച്ച്. അതുപോലെ തന്നെ മറ്റേ സ്റ്റെമ്പ് ചെയ്ത കേസ് അഭിഷേക് പുറകിൽ ശരിക്കും നോട്ട് ഔട്ട് ആയിരുന്നു. അത് ഏത് ബ്ലൈൻഡ് ആയിട്ടുള്ളവരാണെങ്കിൽ അത് നോട്ട് ഔട്ട് പിടിക്കുന്നത് ഔട്ട് പിടിച്ചാൽ ഒരു ടീമിന് ഇത്രയും ഫേവറിറ്റിസം കിട്ടിയിട്ടില്ല. അമ്പയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു അവർ വിളിക്കുന്ന ആ ഒരു കോൾസ് ആണെങ്കിലും അത് മാത്രം പറഞ്ഞിട്ട് നമ്മൾ കാര്യമില്ല. അവരുടെ പെർഫോമൻസ് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ള, പക്ഷേ സപ്പോർട്ട് കിട്ടേണ്ടത് ഇത് റയൽ മാഡ്രിഡിനെ പോലെ പെർഫോം ചെയ്യും, ഇച്ചിരി സപ്പോർട്ട് കിട്ടുന്ന പറഞ്ഞ. പക്ഷെ കേസ് ക്രിക്കറ്റിനെ കുറിച്ച് പറയണം, അത് പറഞ്ഞു അടിയോ. എനിവേസ് മുംബൈ കയറി, പിന്നെ ബാക്കിയുള്ള 3 ടീം RCB, പഞ്ചാബ്. ഇല്ല, ഞാൻ പ്രഡിക്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞ RCB, പഞ്ചാബ്, SRH, DC ആയിരുന്നു. ചെന്നൈ ഞാൻ പറഞ്ഞില്ല. ചെന്നൈ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ RCB, SRH, പഞ്ചാബ്, DC. അതിന്റെ 3 ടീം കയറി. ഞാൻ ഗുജറാത്തിനെ ഗുജറാത്ത് പറഞ്ഞായിരുന്നു, പഞ്ചാബ് പറഞ്ഞായിരുന്നു, ഡൽഹി പറഞ്ഞായിരുന്നു.
പിന്നെ ലക്നോ എനിക്ക് ഓർമ്മയുണ്ട്. ലക്നോ ഒരെണ്ണം. ഗുജറാത്ത്, പഞ്ചാബ്, ലക്നോ, പിന്നെ ഏതാ? ചെന്നൈ അല്ല ചെന്നൈ ചെന്നൈ അതന്നെ ഒരെണ്ണം. 2 ടീമുണ്ട്. പിന്നെ ആർസിബിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലോ? ആർസിബി ഫാൻസ് വെയിറ്റ് ചെയ്യേണ്ടിയിരിക്കും. ഹേസൽവുഡ് തിരിച്ചു വന്നു. അതെ, ഹേസൽവുഡ്, അതെ, ഹേസൽവുഡ് അതൊരു ബിഗ് പ്ലസ് ആണ്. യെസ്. പിന്നെ മറ്റേ പ്ലെയറിനെ സൈൻ ചെയ്തിട്ടില്ലേ? ദ നെക്സ്റ്റ് മക്കല്ലോ എന്ന് പറയുന്ന മക്കളിൻ 2.0 എന്ന് പറഞ്ഞിട്ട് ന്യൂസിലാൻഡിന്റെ ആ പ്ലെയറിന്റെ പേര് എന്തായിരുന്നു? ന്യൂസിലാൻഡ് പ്ലെയറിനെ ആർസിബി സൈൻ ചെയ്തിട്ടുണ്ട്. ആർക്ക് വേണ്ടി? ആരുടെ റീപ്ലേസ്മെന്റ് ആയിട്ട്? പഠിക്കലിന്റെ replacement. പുറത്തായില്ലേ? പക്ഷേ പഠിക്കല് ഇന്ത്യൻ പ്ലെയർ അല്ലേ, ഓവർസീസ് പ്ലെയറിനെ സൈൻ ചെയ്യാൻ പറ്റില്ല. അത് പറ്റൂല. പഠിക്കല് പുറത്തായി. എനിക്ക് തോന്നുന്നു ഫിൽ സോൾട്ട് പോകുന്നുണ്ട് കേട്ടോ, ഫിൽ സോൾട്ട്. നാഷണൽ ഡ്യൂട്ടി. ആ. ബട്ട്ലർ പോകുന്നുണ്ട്, അപ്പൊ എന്തായാലും ഫിൽ സോൾട്ട് പോകാൻ സാധ്യതയുണ്ട്. ഫിൽ സോൾട്ട് വന്ന ഒരു അടിയാണ് ആർസിബി. പോയി കഴിഞ്ഞാൽ അടി കിട്ടും. കാരണം അത്യാവശ്യം എല്ലാ കളികളിലും നല്ല അല്ല, സ്ട്രൈക്ക് ഏറ്റവും റേറ്റോട് കൂടുതൽ കളിച്ചു. അടിയിട്ടാൻ പോകുന്നത് ജീപ്പിക്കാണ്. ബട്ട്ലർ അവരെ നടുന്തൂണ് പോകണേണ്. അത് 3 തൂണില് 1 തൂണ് പോണേ. മഫാക്കിയോ? മുസ്റാബിനി. ഓ ജേക്കബ് ബെത്തൽ. ബെത്തൽ ജേക്കബ് ബെത്തൽ ബെറ്റല് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലല്ലോ, അവനാ ടീമിലുള്ളതല്ലേ. പുതിയ സൈനിങ് പറഞ്ഞത്. ഇല്ല, ബെറ്റല് അതിലുണ്ട്. അല്ല, മുംബൈയിലും റിക്കൽട്ടൺ പോവാണല്ലോ. ക്രിക്കറ്റിന് പകരം മറ്റേ ഉണ്ട്, ജോണി വെർച്ചോ. ആർസിബി സൈൻ. ഓ ബെത്തൽ അല്ലാട്ടാ, ടിം സെയ്ഫോർഡ് ആസ് റീപ്ലേസ്മെന്റ് ഫോർ ജേക്കബ് ബെത്തൽ. അതന്നെ പറഞ്ഞു. ബെറ്റല് സ്കോഡിലുള്ളതാണ്. ടീം സേഫോട്ട് ഒന്നും അടുത്ത മക്കല്ലൊന്നും പറയാൻ പറ്റൂല. അല്ല ഇന്നിംഗ്സ് അങ്ങനെയാണ് റീസെന്റ് ആയിട്ടുള്ളത്. എക്സ്പ്ലോസീവ് ബാറ്റ്സ്മാൻ ആണ്. മക്കല്ലത്തിനകത്ത് വെച്ച് കമ്പയർ ചെയ്യാനുള്ള ഒരു സാധനമൊന്നുമില്ല. ഓരോ പിള്ളേര് വരുമ്പോഴും ഫസ്റ്റ് എടുക്കണ ഒരു ഹൈപ്പോ അടുത്തത് ഇത് അടുത്തത് പ്രതീക്ഷ. അതൊക്കെ തിരിച്ചു വരും. അതൊക്കെ നല്ലൊരു പ്രതീക്ഷ കംബാക്ക് ഇല്ല ബ്രോ. അവന്റെ ഫിറ്റ്നസിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കംബാക്ക് ഉണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസിൽ അവൻ ഒരു കംബാക്ക് നടത്തിക്കലുണ്ടോ? കംബാക്കിനേക്കാൾ എന്തോരം ന്യൂ പ്ലേയേഴ്സ് ഇപ്പൊ ഈ IPL അപ്പൊ ചാൻസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അൺക്യാപ്ഡ് പ്ലേയേഴ്സ് എന്ത് കളിയാണ് കളിക്കുന്നത്. ഈ സീസണിൽ സായിസുദർശനൊന്നും ക്യാപ്റ്റൻ അല്ലല്ലോ. അല്ല, സുദർശൻ 2 കളിയൊക്കെ കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് വേണ്ടി. കളിച്ചിട്ടുണ്ട്. എ ടീമല്ലേ ആയിരിക്കും. അല്ല ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു 50 250 അങ്ങനെ ടീമിലാവാൻ ചാൻസ് കുറവാ. മെയിൻ ടീം കളിച്ചിട്ടുണ്ടാ 2 കളി കളിച്ചിട്ടുണ്ട്. ഈ പ്രിയൻഷായി ഒന്നും കളിച്ചിട്ടില്ലല്ലോ. ഇല്ല, ഡെബ്യൂട്ടന്റ് അല്ല. സുദർശൻ കയറി. അതെന്തായാലും അത് ടെസ്റ്റ് ടീമിലൊന്നല്ല. ടെസ്റ്റ് ടീമിലൊന്നും അത് വരും. ക്ലാസ് ആണ്, പ്യുവർ ക്ലാസ്. എല്ലാവരും പറയും എന്തുകൊണ്ട് വന്നില്ല. കാരണം പുള്ളിക്ക് PR ഇല്ലാത്തോണ്ടാണ്. വല്ല റിയാൻ പരാഗിന്റെ PR വല്ല ടീം കിട്ടിയിട്ടുണ്ടെങ്കിലേ എവിടെ എത്തിണ്ടാവും. ഇപ്പൊ ഇത്ര കൺസിസ്റ്റൻസി കഴിഞ്ഞ സീസണും ഈ സീസണും കൂടെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര സ്കോറിംഗ് ആണ് സായി സുദർശന്റെ. അതും ഷോട്ട് ഒരു ഷോട്ട് ഞാൻ ഇപ്പോഴും കണ്ടു. ഒരു 6 അടിച്ചാ ബോളിലേക്ക് നോക്കണില്ല, അടിച്ച അവിടെ തന്നെ നോക്കി ക്ലാസ് ആണ്. എന്ത് സായി സുദർശനാണ്. സൂര്യകുമാർ അല്ലല്ലോ. ഇന്നിപ്പോ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ ഓറഞ്ച് ക്യാപ്പ്. ഇപ്പൊ സൂര്യകുമാർ അതിപ്പോ അതെങ്ങനെയാണെന്നറിയോ? ഗില്ല് സിംഗിൾ എടുക്കും. അപ്പൊ ഗില്ലിന് ഓറഞ്ച് ക്യാപ്പും ഇവൻ 4 അടിക്കും, ഇവന് ഓറഞ്ച് ക്യാപ്പായിട്ട് വരും. സെയിം അവസ്ഥ സുദർശൻ എടുക്കുള്ളൂ. അല്ല സൂര്യകുമാർ അതുകൊണ്ട് കാരണം ഗുജറാത്ത് ജയിക്കണമെങ്കിൽ ഇവന്മാരുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കളിക്കണം. അല്ലാണ്ട് ഗുജറാത്തിന് കപ്പടിക്കാൻ പറ്റൂല. കാരണം ആ ഒരു 3 പോയി കഴിഞ്ഞാൽ പിന്നെ ഇല്ല ആൾക്കാരുള്ളത്. അത് കഴിഞ്ഞിട്ട് പിടിച്ചു നിർത്താൻ പറ്റിയ ആൾക്കാരില്ല. അയ്യർ സീനാവും മച്ചാൻ. ഈ സീസൺ കപ്പടിച്ചു കഴിഞ്ഞാല് അയ്യർ വേറെ ലെവലാവും. മറ്റേ സെലക്ഷൻ കമ്മിറ്റിക്കെതിരെ ഭയങ്കര വിമർശനം അതുകൊണ്ട് വന്നില്ല. അയ്യർ ഈ സീസൺ കപ്പടിച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് വൈറ്റ് ബോൾ ക്യാപ്റ്റൻ അയ്യർ ആയിരിക്കണം. അയ്യർ കപ്പടിക്കുകയാണെന്നുണ്ടെങ്കിൽ T20 ടീമിലുണ്ടാവും. T20 ടീമിലൊക്കെ ഫുള്ള് എവിടെ ആരൊക്കെ അവിടെ ഇറക്കും. ഇപ്പൊ നീ നോക്കിയ ജയ്സ്വാള്, അഭിഷേക് ശർമ്മ, സായി സുദർശന്റെ കറന്റ് ഫോമില് പുള്ളിക്കാരനെ ഇറക്കണം. ഇതെവിടെ സ്ഥലമുള്ളത്? പക്ഷേ നീ പറഞ്ഞതുപോലെ സഞ്ജു ഒക്കെ പോകൂട്ടോ. അടുത്ത വൈറ്റ് ബോൾ ക്രിക്കറ്റ് ക്യാപ്റ്റനായിട്ട് ശ്രേയസ് ഞാൻ പ്രിഫർ ചെയ്യണ അവനാണ് ഹാർദിക് പാണ്ഡ്യനെ കൂടുതൽ. അല്ല ഗില്ലിനേക്കാളൊക്കെ 100% ബെറ്റർ ഗില്ലിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് സീരീസിൽ പോയിട്ട് അവിടെ അവന്റെ മെച്യൂരിറ്റി
ക്യാപ്റ്റൻസി സ്കില്ല് പഠിച്ച് വന്ന് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ GT ടോപ്പിലാണ്. പിന്നെ എന്തായാലും ഗില്ലിന് സപ്പോർട്ട് ഉണ്ട്, നല്ല BCCI സപ്പോർട്ട് ഉണ്ട്, നല്ല സപ്പോർട്ട് അവിടെ ഉണ്ട്. ഈ അയ്യറിന് അത് അത്ര ഇല്ല. അതൊരു മെയിൻ അഡ്വാൻറ്റേജ് ആണ് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം. അല്ല അത് മാത്രമല്ല, ഇവന് 25 വയസ്സല്ലേ ഉള്ളൂ. പക്ഷേ ഗില്ല് ഭയങ്കര ഇന്നേ വരെ ഒരു ബാഡ് പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗില്ലിന്റെ ഭാഗത്തില്ല. സോ മേ ബി നല്ല ഗുഡ് ബോയ് ഇമേജ് ആയിരിക്കും. നല്ല ബാറ്റ്സ്മാൻ ആണ്. ഈ അഡീഷണൽ ഇപ്പം സച്ചിനെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സച്ചിൻ കളിക്കും, പക്ഷെങ്കിൽ ടീമിന് ഒരു റിസൾട്ട് ഇല്ലാത്ത കളിയായിരിക്കും. തോറ്റോണ്ടിരിക്കും, സച്ചിൻ അടിച്ചോണ്ടിരിക്കും. ഇത് തന്നെയായിരുന്നു പണ്ട് സച്ചിൻ ക്യാപ്റ്റൻ ആയപ്പോഴുള്ള സമയം. ചെറിയ പ്രഷറല്ല നമ്മളിപ്പോ പക്ഷെ വിരാട് കോഹ്ലിനെ പോലെ റേസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ ടീം വലിയൊരു ഐറ്റിലെത്തും. അഗ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി എടുത്തു വിരാട് കോഹ്ലി, ഇവരൊക്കെ നല്ല അഗ്രസീവ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി. ശുഭ്മൻ ഗിൽ അഗ്രസീവ് ആണെന്ന് പറയണം, പക്ഷെ ഫീൽഡിൽ നമുക്ക് കാണാറില്ല എന്ന് തോന്നുന്നു. ചെറിയ രീതിയിലൊക്കെ കാണുന്നുണ്ടായിരുന്നു, കുറച്ച് ക്യാച്ച് മിസ് ചെയ്തപ്പോഴും അങ്ങനെയൊക്കെ കുറച്ച് ഗില്ലിന്റെ കുറച്ച് അഗ്രഷൻ. ഹൈ എനർജി ആയിരിക്കുമല്ലോടാ, യങ്ങാണല്ല, ഹൈ എനർജി ഉണ്ടാവും. പക്ഷെ ഫേസ് നോക്കി എപ്പോഴും ഇങ്ങനെ ഫേസ് മാത്രല്ല സൗണ്ട് കേട്ടാലും തോന്നൂല. സൗണ്ട് തെറി വിളിക്കണ എല്ലാം നോക്കും. അത് നല്ല ക്യൂട്ട്നെസ് അല്ലേ ആര് അല്ലെ ഗില്ലിനെ ഇപ്പം പിള്ളേരാണ് ഇച്ചിരി കൂടി ഫോളോവേഴ്സ് കൂടുതലാണ്. കളറിന്റെ പേരിൽ ഒരാളത് അല്ലാണ്ട് നോക്കുക. ഞാൻ പറയട്ടെ, കുറച്ചുകൂടെ ആക്റ്റീവ് ക്യാപ്റ്റൻ ആണ് അധികം അല്ലേ പ്ലെയർ ആണെങ്കിലും. ഈ ലുക്ക് എന്താ നേരെ നോക്കുന്നത് മാത്രമാണോ ഡിഫൈൻ ചെയ്യുന്നത്? അല്ല, ഹാർദിക് പാണ്ഡ്യക്ക് സ്വാഗ് ഉണ്ട്, അതാണ് ഹാർദിക് പാണ്ഡ്യന്റെ ലുക്ക്. നമ്മുടെ പോഡ്കാസ്റ്റ് വഴി മാറി പോകും, ബ്യൂട്ടിയിലേക്ക് പോകുന്നു. ടോപ്പിലോട്ട് ടോപ്പ് വരെ എത്തിയല്ലേ ഏകദേശം.